ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡുമായിട്ടാണ്. 30 നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. നമുക്ക് നാളെ ഗെയിം പ്ലേയോട്ട് പോകാം. വേൾഡിൻ്റെ പേര് നമുക്ക് ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് കൊടുക്കാം. ലെറ്റ്സ് പ്ലേ എന്നാണ് നമ്മുടെ വേൾഡിൻ്റെ പേര്. വേൾഡിനൂടെയും കൊടുത്താലോ? വേൾഡ് കൂടിയും കൊടുക്കാം. വേൾഡ് ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് എടുത്തിൻ്റെ സർവൈവൽ വേണ്ട, കണക്കെടുക്കട്ടെ. ഇനി നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഒരു വേൾഡ് ഇപ്പോൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. നമുക്ക് എവിടെയാണ് സ്പോൺ ആവാന്ന് നമുക്ക് നോക്കാം. അടുത്തുള്ള വില്ലേജ് കിട്ടിയ ഉപകാരമായിരുന്നു. അതൊക്കെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ആയി. ഓക്കെ, നമ്മളൊരു ഇവിടെ തന്നെയാണ് നമ്മൾ സ്പോണായിരിക്കുന്നത്, വില്ലേജിൽ. അപ്പോൾ നമുക്ക് വില്ലേജേഴ്സിന് ഒരു ബെഡ് അടിച്ച് മാറ്റാം. ക്രാഫ്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്നും കിട്ടിയാലോ. ഇവിടെ നമുക്കൊരു സംഭവം ഇരിക്കുന്നുണ്ട്. ഇതിന് പേര് അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ അവിടെ അത്യാവശ്യം വലിയ വില്ലേജാണെന്ന് തോന്നുന്നു. അവിടെ ഇതുണ്ട്. നമുക്ക് നേരെ മരം എവിടെയെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം. ഇതെന്തോന്ന് ഇവിടെ ഒരു അയൺ ഗോളമുണ്ട്. വേണം തല്ലിക്കൊന്നാൽ നമുക്ക് അയൺ കിട്ടും. ഞാൻ ഇപ്പോൾ വരാം, നീ പേടിക്കണ്ട. നമുക്ക് നേരെ മരം മുറിക്കാം. മരം ഇവിടെ ഇട്ട് വിടുവാണ്. ഇതാല ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് പണിയാം. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം മരം വെട്ടാം. മഴ വേണ്ടിയുള്ള ഫസ്റ്റ് ബ്ലോക്കാണ് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് നമ്മൾ ഡ്രാഗനെ കൊല്ലുമ്പോൾ മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ബ്ലോക്ക് വയ്ക്കാം. വേണ്ട, വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി മരം വെട്ടിയെടുക്കാം. പക്ഷെ പൊട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബാക്കി നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കണം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കില്ല. 30K ആണ് 30 ലൈക്കാണ് നമ്മളെ ടാർഗറ്റ്. എന്നാലും മൊത്തം ഒരു പൊളിക്കട്ടെ. ഓക്കെ, ലോഗ്സൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതോട് നമുക്ക് ഇതാക്കി എടുക്കാം. ഉടൻ പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഇനി സ്റ്റിക്ക് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കട്ടെ. ഓക്കെ, നമ്മൾ പിക്കാസ് ഉണ്ടാക്കാം. നമ്മളൊരു പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയിരിക്കട്ടെ. നമുക്ക് ഇവിടെ നിന്നായിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. സ്റ്റോൺ ലെവലെത്തി നമുക്ക് എല്ലാം സ്റ്റോൺ ടൂൾസിലോട്ട് മാറ്റാം. നമുക്ക് ഗോളൊക്കെ കിട്ടാം. നമ്മളെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ചാവാണ്ട് നോക്കണം. പിന്നെ ഒരു ബേസ്, ഒരു ഫുഡ് കിട്ടാൻ വേണ്ടി ഫാം ഉണ്ടാക്കണം. അതൊക്കെയാണ് ടാർഗറ്റ്. നമ്മുടെ ഇത് ഫുഡ് ഫാം ഉണ്ടാക്കണം. ബേസ് ഒരു അടിപൊളി സ്റ്റാർട്ടർ ബേസ് വേണം.
അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ അയൺ ആർമറാണ്, അയൺ ടൂൾസ്, 18 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്, കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സ്റ്റോൺ ആക്സും സ്റ്റോൺ പിക്കാസും ഇതാക്കാം. പിന്നെ ഒരു ഫർണസ് ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ ഒരു ചെസ്റ്റ് കൂടി ഉണ്ടാക്കണം. ചെസ്റ്റിനെ ഫുള്ളാക്കണം. നമുക്ക് 3 സ്റ്റോൺ മൈൻ ചെയ്യാം. ഈ പിക്കാസ് പൊട്ടണ മൈൻ ചെയ്യാം. ബേസ് നമുക്ക് ഒരു സ്റ്റോണും വുഡൊക്കെ വെച്ചിട്ടുള്ളൊരു ബേസാണ്. ഭയങ്കര ഇരുട്ട്, കോളൊന്നും കിട്ടിയില്ല. ചാർക്കോൾ ഉണ്ടാക്കി നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഫർണസ് ഇവിടെ വെച്ചിട്ട് ഇത്തിരി വുഡ് വെട്ടാം. ബേസിൻ്റെ ആവശ്യം വരും. എന്തായാലും ഒരു സ്റ്റാക്ക് വുഡ് നമുക്ക് എടുക്കേണ്ട വരും ബേസിന്. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ കുറച്ച് വുഡ് എടുക്കാം. അത്യാവശ്യമായിട്ട് നമുക്ക് ഇതിപ്പോൾ നമുക്ക് നോക്കാം. വുഡ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ പ്ലാങ്ക് ആക്കാം. 8 പ്ലാങ്ക് ഇരിക്കട്ടെ. നമുക്ക് ഓടി പോയിട്ട് ഹങ്കർ കുറഞ്ഞിട്ടില്ല എത്ര നേരമായിട്ടും. ഇത് കത്തിക്കാം. ഇത് വുഡ് എടുക്കാം. ഇത് നമ്മളെ ഫസ്റ്റ് വെക്കാം. ഇത് ഡ്രാഗനൊക്കെ വെക്കാം. ഈ മരം കൂടി പൊട്ടിക്കാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വുഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ചാർക്കോൾ ഉണ്ടാക്കാം. വുഡ് കിട്ടിയില്ലേ? ആ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വുഡ് പ്ലാങ്ക് ആക്കാം. ഓക്കെ, ഇത്ര മതി തൽക്കാലത്തേക്ക്. ഫർണസിൽ വെച്ച് ഇതെന്താ വർക്കാവാത്ത? ശരിക്കും ചാർക്കോളാവണ്ടല്ലേ? ഇങ്ങനെ വെക്കണോ? അങ്ങനെ വെക്കണോ? ഇത്ര നേരം വെറുതെ മണ്ടത്തരം കാട്ടി നേരം ആക്സോണ്ട് സ്റ്റാണിങ് വെട്ടിയെടുക്കാം. സപ്പോർട്ടനുസരിച്ച് നമ്മളെ അടുത്ത വട്ടം ഹാർഡ് കോറിൽ കളിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ പിക്കാസ് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് പോയിട്ട് വുഡില്ലേ? ഓക്കെ, കത്തിയത് മതി. ഇത്ര ചാർക്കോൾ മതി. ഓക്കെ, ഇത്ര ചാർക്കോൾ കൊണ്ട് ഇനി ടോർച്ച് എത്ര ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും? കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈനിങ്ങിന് പോകുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഒരു ഫാം
ഉണ്ടാക്കാം. ഫാമിന് വേണ്ടിയിട്ട് സീഡ് വേണം. സീഡ് ചെടി പൊട്ടിച്ചാൽ കിട്ടും. പൊട്ടിച്ചാൽ സീഡ് കിട്ടുമോ? സീഡ് കിട്ടിയിരിക്കുന്നു. ഒരെണ്ണം കിട്ടി. നമുക്ക് ഈ ഒരെണ്ണം വെച്ച് നട്ട് വലുതുണ്ടാക്കാൻ കഴിയും. അതിനായിട്ട് നമുക്ക് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ സോംബീസ് ക്രീപ്പർ ഒക്കെ വരും. അയ്യോ, വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണമല്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. നമ്മുടെ ലാക്സ് കോബിൾ സ്റ്റോൺ ഉണ്ട്. വികാസം നമുക്ക് നേരത്തെ കണ്ട അയ്യൻ കുളത്തിനെ തല്ലിക്കൊന്നാൽ നമുക്ക് ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയ്യൻ അവൻ തിന്നോളൂ. ഇവിടെ വെച്ചില്ല, നമ്മളവനെ നേരത്തെ കണ്ടേ. ഞാൻ ഇവിടെ നടന്നു ഇവിടേക്ക് പോയി. നടന്ന് ഇങ്ങോട്ട് പോയി. നമുക്ക് അവനെ കണ്ടുപിടിക്കാം. വീട്ടിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കണ്ട അതിൻ്റെ അടുത്ത്. ഇനി ഉറങ്ങട്ടെ. നമ്മൾ ഫസ്റ്റത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നൈറ്റ് നമ്മൾ ഇവിടെ വീട്ട് ഫാം ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ പൂ തട്ടിക്കൊണ്ടുപോയാൽ പോലെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശിവന്മാരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടു. ഇവിടെ ലാൻഡേണൊക്കെ ഉണ്ട്. എനിക്ക് ഇത് വേണമെങ്കിൽ അടിച്ച് മാറ്റി നമ്മൾ വീസ് വയ്ക്കുമ്പോൾ അവിടേക്ക് വെക്കാം. ഇവിടെ ഒന്നും നമുക്ക് ആയങ്ങളവിടെ പോയി അതേ നിൽക്കണു. ഓക്കെ, നമുക്കിനി ഓടിപ്പോവാനുള്ളൊരു സ്ഥലം എടുക്കേണ്ട വരും. നമ്മൾ ആർമറൊന്നും ഇട്ടിട്ടില്ല. ഒറ്റയടിക്ക് നമ്മൾ തീരും. ഓടിക്കോ ഇതെടുത്തോ. ചാടി വെച്ചോ. ഓക്കെ, അടിക്കാൻ പറ്റണേ എന്നെ കൊല്ലും. ഞങ്ങളതിനെ കൊല്ലുന്നുണ്ട്. അവനൊക്കൊന്നു നമ്മളെ ആക്സും പൊട്ടി. ചാടിക്കോ. എത്ര അയം കിട്ടി? 4 അയം കിട്ടി. ഓടിപ്പോയിട്ട് വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. വാട്ടർ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഫുഡ് ഇല്ല. നമ്മൾ ചിലപ്പോൾ ഈ വേൾഡിൽ ഫുഡ് കിട്ടാണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ആക്സ് ഉണ്ടാക്കിയിട്ടേ റെസ്പോൺസ് എത്തിയത് വെച്ചോ. ആക്സ് ഉണ്ടാക്കിയിട്ട് ഓടിപ്പോയിട്ട് കൊല്ലണം. ഒരു ബക്കറ്റ് വെള്ളം ആക്സ് ഉണ്ടാക്കാം. ആക്സ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആക്സും റെഡി. ഓടിക്കോ. ആക്സ് കൊണ്ട് നമുക്ക് ഇവിടെ കണ്ട ഒരു ഇതാണ്. കല്ലിൽ കൊന്നാൽ നമുക്ക് ഫിഷ് കിട്ടും. കിട്ടീനെ തല്ലി കൊന്നൊന്നും കിട്ടില്ല. അവൻ തന്നെ അവനെ നേരത്തെ കുറെ കണ്ടതാണെന്താ. നമ്മൾ വിശന്നും ഇരിക്കും ചെറുപ്പയിൽ. ഒറ്റ ഫുഡ് ഇല്ല. ഞാനാ ഓടി ഫുഡ് കളയാണ്. ഇവിടെ ചെസ്റ്റിൽ സാവായി. നമുക്കൊരു പണി ചെയ്താലേ. അതിനെ രണ്ടിനെ തട്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി തിന്നു. ഇനിയിലൊരാളെ ഞാൻ തട്ടാണ്. ഫുഡ് കിട്ടി. നമുക്ക് നടക്കാനേ പറ്റുള്ളൂ. ഓടിയാൽ നമ്മൾ ചാവും.
പതുക്കെ പോയാൽ മതി. നമ്മൾ പതുക്കെ പോണുണ്ട്. പതുക്കെ നടന്നോ. ചാവരുത്. നമ്മൾ നടക്കുന്നുണ്ട്. എത്താറായി. അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേഗം നമ്മളെ ഫുഡ് വെച്ചോ. ഇവിടെ കത്തിക്കണത് എവിടെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പെട്ടെന്ന് ആവുന്നുണ്ടോ? ഓക്കെ, ഒന്നായിട്ടുണ്ട്. പിന്നെ അടുത്തത് നിന്ന് ഫുള്ളാവും. ഇതിൻ്റെതാവും കുട്ടിച്ചേർക്കാൻ നമുക്ക് എന്താ അവിടെ പണി? നേരത്തെ നോക്കിയൊന്നും നിന്നെ കണ്ടില്ല. ഇവിടെ നീ എൻ്റെ മുന്നിൽ നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ, 3 ഫിഷ് കിട്ടിയിട്ട് നമുക്ക് അവനില്ല. കഴിക്കാൻ ഇനി എന്തേലും ഒന്നുമില്ല. അടുത്ത ഈവനിങ് നിന്ന് നമുക്ക് ഉണ്ടാക്കാം. അയ്യോ, കൊന്ന. ഓക്കെ, നമ്മൾ അവനെയും കൊന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുഡായി ഉണ്ടാവുമല്ലോ. ആയി. അതുകൂടി നിന്ന് വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ വീറ്റ് ഫാം കൊടുത്താം. ഒരു ഗംഭീര വീറ്റ് ഫാമാണ് നമുക്ക് പണിയാം. 1 2 3 4. ഇവിടെ മഞ്ഞ പെയ്തിട്ട് സ്ഥലമില്ല. 1 2 3. ഇവിടെ നമുക്ക് വാട്ടർ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിക്കണം. പൊട്ടിക്കണം അത്. ഓക്കെ, അത് വെള്ളമായി. വാട്ടർ ബക്കറ്റ് എടുത്തോ. ഓക്കെ, ചെയ്തോ. വെള്ളം കിട്ടുന്നുണ്ട്. ഓക്കെ, നനഞ്ഞു തുടങ്ങി. പതുക്കെ നനഞ്ഞു തുടങ്ങി. നമുക്കിനി ഇവിടുത്തെ മഞ്ഞൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ നമുക്ക് ഇവിടെയും പണിയാം പറ്റും ഉണ്ടാക്കാനുള്ള. ഇവിടെ നമുക്ക് ഇതൊരു വിശ്വാസത്തിൽ വെള്ളം വരെ തോന്നണം. വെള്ളം വരെ നന്നായി എത്തും. നമുക്ക് ഇതെല്ലാം പൊട്ടിക്കട്ടെ. എല്ലാം ചെയ്യാം. ടിൽറ്റായിക്കോളും. പിന്നെ നമുക്കിതെല്ലാം മഞ്ഞ് കാരണം ഭയങ്കര ശല്യമായി. വലിയ ഒയ്യോ, ഇത് പണിയായല്ല. അത് ഐസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാക്കും. നമുക്ക് വില്ലേജേഴ്സ് അപ്പം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് അതുപോയി നോക്കിയിട്ട് തരാം. അവിടെ ഐസാവാണ്ടിരിക്കാൻ അമ്മമാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവരെ മറ്റേ വീട്ടൊക്കെ കൊണ്ടുപോയി. ഇവൻ്റെ ഐസ് എന്താവാത്ത? നമ്മളുണ്ടാക്കിയത് ഐസാവേ. ഇതെന്തോ നാടാ, അവിടെ വരെ എന്താന്ന് തന്നെ വരുത്തില്ല. നമുക്ക് സീഡ് ഇവിടെ എന്താ പ്രശ്നം? ടീച്ചേ, ഇവിടെ ഒന്നും വേണ്ട. ചെറിയ ഒരു ഇതും ഉണ്ടാക്കി പന്നി കൊന്നട്ട. അയ്യോ, ആക്സ് എടുത്ത് ഓടല കൊന്നു. ഓക്കെ, സെറ്റ്. നമുക്കൊരു ചെറിയ വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി പണിയാ. നമുക്കിതിപ്പോൾ വുഡ് വെച്ച് പണിയാം. ഒരു ചെറിയൊരു കൂടാരം, ചെറിയ വീട്. എന്നിട്ട് നമുക്ക് പതുക്കെ ഓരോ ഇതോളൊക്കെ ആയിട്ട് കാശുകാരാകുമ്പോൾ ലേറ്ററൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീട് മൊത്തം പുതുക്കി പണിയാം.
ഏകയായിട്ട് കിട്ടുമ്പോഴല്ല നമ്മൾ അതിനേക്കാളും മുന്നേ പുതുക്കി പണിയും. വീഡിയോ ലോങ്ങറാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നേരം ഉണ്ടാവുമോ കാണാൻ എനിക്കറിയില്ല. കമൻറ്റ് ചെയ്യുക സജഷൻസ്. നമുക്ക് ഇവിടെ തന്നെ പണിയാം. 18 എണ്ണം കിട്ടി. ഇവിടെ 1 2 3 പിന്നെ ഒരു 1 2 3 4 5 ഇവിടെ 3 ബ്ലോക്ക്. പിന്നെ 1 2 3 4 5 ഇവിടെ ഒരു 3 ബ്ലോക്ക്. ഇത്ര വലിപ്പിരിക്കട്ടെ. ഇനി ഇവിടെ നമുക്ക് 5 ബ്ലോക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പണി തൽക്കാലത്ത് ഇവിടെ പണിയാം. ഓക്കെ, ഇവിടെ എങ്ങനെ വിടുകയെന്ന് നമുക്ക് ഇനി ഇവിടെ ഇത് വെക്കാം. ഇവിടെയൊക്കെ ചില്ല് വരും. ഇവിടെ എവിടെ സാൻഡ് കിട്ടാന്ന് എനിക്കറിയില്ല. സാൻഡ് തപ്പണ്ട വരുന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നൈറ്റ് ആവുന്നുണ്ട്. സൂര്യോദയം കാണാൻ കഴിയും. ഇതൊരു സോംബീസിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ നൈറ്റ് ഉറങ്ങാണ്ടിരുന്നാലോ? വേണ്ട. തറ ഇത് സ്ട്രിപ്പ് ചെയ്ത് വെക്കാം. തറ നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് ലോഗ് വെക്കാം. മുറി വെട്ടാം. ഓക്കെ, ഈ ബ്ലോക്ക് ശരിയായില്ല. ഫുഡ് എടുക്കാൻ വേണ്ടി പോകേണ്ട വരും. വീട് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഓക്കെ, വുഡ് കഴിഞ്ഞു. നമുക്ക് വുഡ് തപ്പാം. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കൂട്ടി വയ്ക്കാം. 12 ഉണ്ട്. ഓക്കെ, ഇത് വെച്ചു. പിന്നെ ഇവിടെ ഇത് വുഡ് വരും. അപ്പോൾ 1 2 അത് പൊട്ടിച്ച എടുക്കാം. അയ്യോ, സോംബി എത്തി. കൊന്ന. ഓക്കെ, ഗോൾഡൻ പ്ലസ് നമുക്ക് ഓടിപ്പോയി കിടന്നുറങ്ങാം. നന്നായിട്ട് സ്കിപ്പ് ചെയ്യുക. അല്ലാണ്ട് കളികളൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഓയ്യോ, ജസ്റ്റ് മിസ്. കൊണ്ട് ചാവും. ഷീൽഡ് ഉണ്ടാക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഷീൽഡ് ഉണ്ടാക്കണം. കൊന്ന അടിച്ച ചാവറാ. നമുക്ക് ഇവിടെ ഓട്ടം റേസ് തിന്നാൻ പറ്റും. ലൈഫ് കൂടി പോകും. നമുക്ക് പോയി ഫുഡ് പെട്ടെന്ന് പോയി വെട്ടാം. ആക്സ് എന്തായാലും ഒരു ആക്സ് കൂടി ഉണ്ടാക്കിയിട്ട് പോവാം. ഉണ്ടാക്കി നമുക്ക് ഒരു കുറച്ചെടുക്കാം. ഈ വലിയ മരം വെട്ടാം. ഇതിപ്പോൾ പൊട്ടു. മരം വെട്ടാൻ പറ്റി. ഓക്കെ, ആക്സ് പൊട്ടി. അവിടെ പുതിയ ആക്സാ. ഓക്കെ, പുതിയ ആക്സ്. ഇതുവരെ മുറിക്കാൻ കുറച്ച് ലോകം മതി. നമുക്ക് മേൽപ്പൂര അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മേൽപ്പൂര സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് വീടിൻ്റെ പണി.
റോട്ടം പ്ലേസ് മാറ്റിക്കോ. വുഡ് വെച്ചു ഇങ്ങോട്ടേക്ക് ഒരു നമ്മൾ എത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ബേസ് പണിയാണ്. നമുക്ക് ഇപ്പം തന്നെ ഒരു ഇത്തിരി അത്യാവശ്യം വലുപ്പമുള്ളൊരു ബേസ് ഇപ്പം തന്നെ പണിയാം. ഒരു കൗവിനെ കൊന്ന് ഷീപ്പ്. ഈ ഷീപ്പിനെ നമുക്ക് ഇവിടെ വല്ല ട്രേഡർ വന്നിട്ട് നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് ബ്ലാങ്കൊക്കെ ആക്കി. വുഡ് മൊത്തം തീർന്നു. നമുക്കിവിടെ 2 ഡോർ പണിതാലോ. നമുക്കിവിടെ 2 ഡോറൊക്കെ പണിതാ. ഷീപ്പ് നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എൻ്റെ പാട്ടിനെ വിളിച്ചിട്ട് അവനെ പോയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ പണിയാം? ഇങ്ങനെ കയറ്റി വയ്ക്കാൻ നടക്കില്ല. കയറ്റി വെച്ചാൽ നടക്കില്ല. അപ്പം നമുക്കൊന്ന് തന്നെ എന്താ വരും. നമുക്ക് കയറ്റി വെച്ചേക്കണം. നീ പോയോ? മനുഷ്യർ പണിയെടുക്കണതിൻ്റെ ഇടയിൽ കയറിയിരുന്നു. ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? വീട് എന്തായാലും ഇപ്പോൾ പണിതിട്ടുണ്ട്. വീട് പണിത് വുഡ് തികഞ്ഞില്ല. നമുക്കൊരു 10 വുഡ് കൂടി കിട്ടിയത്. നേരത്തെ കിട്ടിയ റോട്ടം ഫ്രഷ് തിന്നേണ്ട വരും. നമ്മൾ വേറെ മറ്റേ ഫുഡ് കഴിഞ്ഞു. നമുക്ക് അങ്ങനെ പന്നീനെ കൊന്നതും കവുനെ കൊന്നത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ അത് ആവശ്യം വരും. ഷീപ്പ് ഫാമൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇതെന്താ എന്തോ പോലെ കുറച്ച് ഇവിടെയും ഇത് ഇങ്ങനെ വേണ്ട. ബുദ്ധ് ആക്സെപ്റ്റ് പൊട്ടിച്ച സ്പീഡ് ആക്സിന് നല്ല സ്പീഡുണ്ട്. സ്റ്റോൺ ഓക്കെ സെറ്റ്. നമുക്ക് ഇത് പൊട്ടിക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഒരു വീട് കൂടി വയ്ക്കാം. ഓക്കെ, വീട് സെറ്റായി. ടൈല് തറ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ വെക്കാം. പൊട്ടിച്ചോ. ഓക്കെ, വീടും ചെറുതായിട്ട് സെറ്റായപ്പോൾ ഇന്നത്തെ ഗോള് ഡോറും വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഡോർ എന്തായാലും ചെസ്റ്റ് ഉണ്ടാക്കാം. ഡോറ് ഓക്കെ, ഡോറുണ്ടാക്കും. ഡോറ് എടുക്കട്ടെ, ചെസ്റ്റ് എടുക്കട്ടെ. ഡോറൊറ്റയ്ക്ക് 3 കിട്ടി. 3 വീടിന് ഇവിടെ ഒരു ഡോർ ഇരിക്കട്ടെ. പിൻഭാഗത്തുനിന്ന് ഒരു ഡോർ വയ്ക്കാം. ഇവിടെ ഇട്ട് വെക്കാം. ഓക്കെ, ഇതുവരെ അടച്ചിട്ട് ഡോറിന് മാത്രമായിട്ട് സ്പേസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും പൊട്ടിച്ച്
വെച്ചാൽ ബോറായി. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് തൽക്കാലം അടുത്ത വട്ടം അയണോണ്ട് ഷീൽഡും നമുക്ക് ഉണ്ടാക്കാം. വുഡില്ല. വുഡ് മൈനിങ്ങിന് നമുക്കപ്പോൾ ഒന്നുകൂടിയും പോകേണ്ടി വരും. നമുക്ക് വീണ്ടും 10 വുഡാക്കിയിരിക്കുക. നമ്മൾ മടിയനാണ്. മടിയന്മാർ കുറേ കഷ്ടപ്പെട്ട് വുഡൊക്കെ ഇനി എല്ലാം വറക്കണം. ഞാൻ ഓഫ് ക്യാമറയിൽ വുഡൊക്കെ ഗ്രൈൻഡ് ചെയ്യാം, കുറേ സ്റ്റാക്ക് ആക്കാം. അടുത്ത വട്ടം നമുക്ക് യൂസാവും. അടുത്ത വട്ടം ഈ വുഡ് വറക്കാം. അങ്കർ പറഞ്ഞു എവിടെ നമ്മുടെ റോട്ടം ഫ്ലഷ് തന്നെ തിന്നാണ്ട വരും. തൽക്കാലം അത് തന്നെ തിന്നല്ലാണ്ട് വേറെ വഴി നമ്മളെ ഇല്ല. പോയിസൺ അങ്ങനത്തെ വുഡ് പൊട്ടിച്ച് ചെയ്യാൻ 9 ഇത് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് ഇത് ഇനി നമ്മൾ ഓക്കെ ഷീൽഡ് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഷീൽഡ് ഓഫാക്കിയിട്ടായിരിക്കും, അത് നമ്മൾക്ക് ശല്യം ഉണ്ടാവില്ല. ഷീൽഡ് ഇട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.